നിങ്ങളുടെ മനസാക്ഷിക്കെതിരായിട്ടുള്ളൊരു കാര്യം, പൂർണ്ണമായിട്ടും തെറ്റാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളൊരു കാര്യം, വേറൊരാളുടെ ജീവിതത്തെ നെഗറ്റീവായിട്ട് ഹാനികരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യോ? ചിലപ്പോൾ ചെയ്യില്ലായിരിക്കും. പക്ഷേ അതൊരു അതോറിറ്റി ഫിഗർ, പവറുള്ള അധികാരമുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സംവിധാനം പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? 1961 സ്റ്റാൻലി മിൽഗ്രാം എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് നടത്തിയ ഒരു എക്സ്പെരിമെന്റിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അദ്ദേഹം കുറച്ച് പാർട്ടിസിപ്പൻസിനെ തെരഞ്ഞെടുത്തു. അവരോട് പറഞ്ഞു, നമ്മൾ നടത്താൻ പോകുന്ന എക്സ്പെരിമെന്റ് എന്താന്ന് വെച്ചാൽ ഷോക്ക് ട്രീറ്റ്മെന്റ് എങ്ങനെ ലേണിങ്ങിനെ ഹെൽപ്പ് ചെയ്യും, മെമ്മറി എങ്ങനെ കൂട്ടും എന്നുള്ളതാണ്. അതും പറഞ്ഞ് 15 മുതൽ 450 വോൾട്ട് വരെ ഷോക്ക് അടിപ്പിക്കാൻ പറ്റുന്ന ഒരു മെഷീന്റെ മുമ്പിൽ അവരെ കൊണ്ടിരുത്തി. അപ്പുറത്തെ സൈഡിൽ ഒരു സ്റ്റുഡൻ്റ് ആണ്. ഈ സ്റ്റുഡൻറ്റിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കും, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് കുറച്ച് കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യണം. സ്റ്റുഡൻറ്റ് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അവിടെ തംസ് അപ്പ് കാണിക്കും, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനി തെറ്റായിട്ട് പറയുകയാണെങ്കിൽ തംസ് ഡൗൺ കാണിക്കും. അപ്പോൾ ഈ അതോറിറ്റി പറയുന്ന അനുസരിച്ചിട്ട് ഈ പാർട്ടിസിപ്പൻ്റ് എന്താക്കണം? ഷോക്ക് കൊടുത്തുകൊണ്ടിരിക്കണം, പറയുന്ന അത്രയും ഷോക്ക് കൂട്ടിക്കൊണ്ടിരിക്കണം. ഈ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ആള് അഭിനയിക്കുകയാണ്, ഇതൊരു എക്സ്പെരിമെന്റിന്റെ പാർട്ടായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. പക്ഷെ ഈ പാർട്ടിസിപ്പൻസിന് അഭിനയം ആണ് എന്ന് അറിയില്ല. അവരങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തു. ഓരോ തെറ്റുത്തരം പറയുമ്പോൾ അതോറിറ്റി ഫിഗർ ഷോക്ക് അടിപ്പിക്കാൻ പറയും. ഈ പാർട്ടിസിപ്പന്റ് ഷോക്ക് അടിപ്പിക്കും, സ്റ്റുഡന്റ് കരയാൻ തുടങ്ങും, ഒച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങും. വീണ്ടും അതോറിറ്റി ഫിഗർ പറയും, അപ്പോൾ വീണ്ടും ഷോക്ക് കൂട്ടും. അങ്ങനെ കൂട്ടി കൂട്ടി സ്റ്റുഡന്റിന്റെ അലർച്ച ഈ പാർട്ടിസിപ്പൻസിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. എന്നിട്ട് പോലും അവർ അതോറിറ്റി പറയുന്നതിനെതിരായി നിന്നില്ല എന്നുള്ളതാണ് അവിടെ നടന്ന സംഭവം. ഏകദേശം 65% ആളുകൾ തങ്ങളുടെ മനസാക്ഷിക്കെതിരായി നിന്നുകൊണ്ട് അതോറിറ്റി സിംപിളി ഈ എക്സ്പെരിമെന്റിന്റെ ഭാഗമാണ്, ഇത് കണ്ടിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഷോക്ക് അടിപ്പിച്ചോളൂ, നിങ്ങളതൊന്നും നോക്കണ്ട, ഞാൻ പറയുന്നത് കേൾക്കൂ എന്നൊക്കെ അതോറിറ്റി ഫിഗർ പറഞ്ഞപ്പോൾ അവരാ ഷോക്ക് അടിപ്പിച്ചുകൊണ്ടേയിരുന്നു. മനുഷ്യ സ്വഭാവത്തിന്റെ, ഹ്യൂമൻ സൈക്കോളജിയുടെ ഒരു ഭീകരമായിട്ടുള്ള മുഖമാണ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് കാണിച്ചു തന്നത്. അധികാരികൾ പറഞ്ഞാൽ സ്വന്തം മനസാക്ഷിയെ പോലും വകവെക്കാതെ എന്തും ചെയ്തു കൂട്ടുന്ന ആളുകളാണ് ഭൂരിപക്ഷം ഉള്ളത്. പണ്ട് ഹിറ്റ്ലറിന്റെ ജർമ്മനിയിൽ ഹിറ്റ്ലറും നാസി ടീമൊക്കെ പരാജയപ്പെട്ടതിന് ശേഷം വംശഹത്യക്ക് കൂട്ടുനിന്നിരുന്ന ഡോക്ടർമാരും ഉദ്യോഗസ്ഥന്മാരൊക്കെ വിചാരണ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവർ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, വളരെ ഫേമസ് ആണ്. വി വെർ ജസ്റ്റ് ഫോളോയിങ് ഓർഡേഴ്സ്. ഞങ്ങൾ വെറും ഓർഡേഴ്സ് അനുസരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ്. അങ്ങനെ ഇത്തരത്തിൽ അധികാരികൾ പറഞ്ഞ് ആളുകളെ കൊല്ലുന്ന, ബോംബുകൾ വർഷിക്കുന്ന, വീടുകൾ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു തകർക്കുന്ന എത്ര സംഭവങ്ങളാണ് നമ്മൾ നമ്മുടെ ലോകത്ത് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്? അധികാരികളുടെ ഉത്തരവിനാണോ അതോ നിങ്ങളുടെ മനസാക്ഷിക്കാണോ?